ഹായ് ഗായ്സ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഫാമിലി വ്ലോഗോ കുക്കിംഗ് വീഡിയോസോ ഒന്നുമല്ല, ചെറിയൊരു പരീക്ഷണം നിങ്ങളുടെ മുമ്പിൽ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഞാനിത് ആദ്യമായിട്ടാണ് ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നമ്മൾ 2-3 ദിവസം മുമ്പ് നമ്മളൊരു വാർത്ത കണ്ടു. അതായത് നമ്മുടെ നാട്ടിൽ തേയിലപ്പൊടിയിൽ മായം ചേർന്നിട്ട് കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളും കുറച്ച് അറസ്റ്റും അങ്ങനെയൊക്കെ ഉള്ളൊരു സംഭവത്തിൻ്റെ ന്യൂസ് നമ്മൾ കണ്ടിരുന്നു അല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മളെല്ലാവരും, അതായത് പ്രത്യേകിച്ച് എനിക്കൊന്ന് മലയാളീസിനൊക്കെ ചായ എന്ന് പറയുന്നത് മസ്റ്റാണ്. അപ്പോൾ രാവിലെ ആണെങ്കിലും 4 മണിക്കാണെങ്കിൽ നമുക്ക് ചായ എന്ന് പറയുന്നത് എപ്പോഴും എല്ലാ വീട്ടിലും കുടിക്കുന്ന ഒരു ഇതാണ് അല്ലേ ചായ എന്ന് പറയുന്നത്. അപ്പം ഈവൻ ചില ആൾക്കാർക്ക് ചായയൊക്കെ കുടിക്കുന്ന ആ ഒരു ടൈം ഒന്ന് മാറിയെങ്കിൽ പോലും തലവേദനയൊക്കെ എടുക്കുന്ന ആൾക്കാർ വരെ നമുക്കിടയിൽ തന്നെ ഉണ്ട് അല്ലേ. അപ്പം ഞാനും നമ്മുടെ വീട്ടിലും ഒക്കെ ചായ കുടിക്കുന്ന ഒരാളാണ്. പിന്നെ 4 മണിക്കാണെങ്കിലും ഒക്കെ ചായ അനത്തുന്ന ആളാണ്. ഇപ്പം പിന്നെ എപ്പോഴും ഒന്നും ഞാനിപ്പോൾ ചായ ഒന്നും അങ്ങനെ എൻ്റെ 4 മണിക്ക് നമുക്ക് വേണം അങ്ങനൊരു നിർബന്ധമില്ല. എന്തിരുന്നാൽ പോലും നമ്മുടെ വീട്ടിലും ചായ അനത്താറുണ്ട്, നമ്മൾ കുടിക്കാറുണ്ട്. തേയിലപ്പൊടിയൊക്കെ നമുക്ക് എപ്പോഴും സ്റ്റോക്കാണ്. ഇപ്പം റീസെൻ്റ് ആയിട്ടുള്ള എൻ്റെ ഒരു വീഡിയോ തന്നെ ഞാൻ പറയുന്നുണ്ട്. കാരണം ഇവിടെ നമ്മളിപ്പോൾ UAE ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഈ പാക്കറ്റ് ചായപ്പൊടികൾ മേടിച്ചിട്ട് അതൊന്നും അത്ര ഒരു ടേസ്റ്റ് തോന്നുന്നില്ല. എന്നിട്ട് നമ്മൾ ഇവിടുത്തെ ഒരു മില്ലിന്ന് വരെ നമ്മൾ ചായപ്പൊടി വാങ്ങിച്ചതായിട്ട് എൻ്റെ ഒരു പഴയ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പം ഞാൻ ഓർത്തു എന്തുകൊണ്ട് ഇപ്പം ഇങ്ങനെ ഒരു വാർത്ത വന്നതിന് ശേഷം ഞാൻ ഓർത്തു എന്തുകൊണ്ട് നമ്മുടെ കയ്യിലുള്ള ചായപ്പൊടി അതായത് എന്തെങ്കിലും അവർ കെമിക്കൽസ് ചേർത്തിട്ടുണ്ടോ ഇല്ലോ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് അവരൊരു 3 മെത്തേഡോളം ഈ വാർത്താ ചാനലിൽ അവർ പറഞ്ഞു തരുന്നുണ്ട്. അപ്പം ഞാൻ ഓർത്ത് നമ്മുടെ വീട്ടിലുള്ള ചായപ്പൊടി നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം, കാരണം മായം ചേർന്നിട്ടുണ്ടോ ഇല്ലെന്ന് അറിയാലോ. അപ്പം ഞാൻ ബ്രാൻഡ് ഏതാണെന്ന് ഇപ്പോൾ പറയുന്നില്ല. ലാസ്റ്റിൽ ഇത് ഫേക്ക് ആണോ ഒറിജിനൽ ആണോ എന്ത് തന്നെയായാലും ഞാൻ എന്താ പറയുക ചായപ്പൊടിയുടെ പേരും കാണിക്കാന്ന് തന്നെ വിചാരിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം നമ്മുടെ ഇരിക്കുന്ന ചായപ്പൊടി ഒറിജിനൽ ആണോ അല്ലയോ എന്ന്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത് നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യുന്ന ചായപ്പൊടിയാണ് കേട്ടോ. ഞാനൊരു ബൗളിലോട്ട് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മൾ 1 ഗ്ലാസ്സിൽ വെള്ളവും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ചായപ്പൊടി തേണ്ട വെള്ളം തേണ്ട. അപ്പൊ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ നിന്ന് കുറച്ച് ചായപ്പൊടി എടുത്തിട്ട് നമ്മുടെ ഈ പ്ലെയിൻ വാട്ടറിലോട്ട് നമ്മൾ ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കിന് മേലിൽ കളറോട് കൂടി പൊങ്ങി വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ചായപ്പൊടി താഴേക്കും പോവുകയാണെങ്കിൽ ഇതിൽ ഫേക്ക് ആയിരിക്കും. അതായത് ആർട്ടിഫിഷ്യലായിട്ടുള്ള കളറും മായങ്ങളൊക്കെ ചേർന്നിട്ടുള്ളതായിരിക്കും. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചായപ്പൊടി നല്ല ഒറിജിനൽ ആയിരിക്കും. ഞങ്ങളിപ്പോൾ ഈ ഉപയോഗിക്കുന്ന ചായപ്പൊടി ഞങ്ങൾക്ക് ടേസ്റ്റ് ഓക്കെ ആണ് കേട്ടോ. കാരണം നമ്മൾ ഒരുപാട് ബ്രാൻഡും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പല ബ്രാൻഡ് മാറ്റിയിട്ട് നമുക്ക് ലാസ്റ്റിൽ ഒരു ബ്രാൻഡ് നമ്മൾ വാങ്ങിച്ചാണ്. ഇത് ഓക്കെയാണ് ഞങ്ങൾക്ക്. പക്ഷെ ഇത് പറഞ്ഞ പോലെ തന്നെ കളറിങ്ങും കാര്യങ്ങളൊക്കെ ചേർത്തിട്ടുണ്ടോ ഇല്ലെന്ന് നമുക്ക് അറിഞ്ഞൂടല്ലോ. അപ്പോൾ അത് കാരണം നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ. അപ്പോൾ ഇതാ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നമുക്ക് അറിഞ്ഞൂടാ ഇതിൻ്റെ എന്തായിരിക്കും റിസൾട്ട് എന്നുള്ളത്. അപ്പോൾ ഇതാ ഞാൻ ഇട്ട് കൊടുക്കും. ഞാനൊരു കുറച്ചിടാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു 1/2 ടീസ്പൂണോളം മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ വെള്ളം തേണ്ടേ. അപ്പൊ ഇതാ നമ്മുടെ പരീക്ഷണം ഇവിടെ വിജയിച്ചിരിക്കുകയാണ്. അപ്പം എന്താ പറയാ അവര് പറഞ്ഞിരുന്നത് പ്ലെയിൻ വാട്ടറിലോട്ട് തേയിലപ്പൊടി ഇട്ട് കഴിയുമ്പോഴത്തേക്കിന് ഇതിനകത്ത് മായം ചേർത്തിട്ടുണ്ട്, എന്തെങ്കിലും കളർ ആർട്ടിഫിഷ്യലായിട്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ തേയിലപ്പൊടി താഴേക്ക് പോയിട്ട് കളർ മേളിൽ നിൽക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നമുക്ക് തേയിലപ്പൊടി ഞാനിപ്പോൾ നിങ്ങൾ അടുത്ത് കാണിച്ചിരുന്നു. തേയിലപ്പൊടി കുറച്ച് താഴേക്ക് പോയിട്ട് ബാക്കി മേളിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ കളർ ഒന്നും ചേഞ്ച് ആയിട്ടില്ല. നമ്മുടെ തേയിലപ്പൊടിയുടെ സെയിം കളറും അത് തന്നെ ഇട്ടപ്പോൾ തന്നെ തേയിലയുടെ മണവും വരുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ധൈര്യമായിട്ട് നമ്മുടെ ഈ ബ്രാൻഡ് വാങ്ങിക്കാം. അപ്പം ഞാനൊരു എന്താ പറയാ ബ്രാൻഡ് ഞാൻ ഏതാന്ന് കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ റെഡ് ലേബലിന്റെ തേയിലപ്പൊടിയാണ് ഇപ്പം ഞങ്ങൾ റീസെന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിന് മുമ്പത്തെ ഒരു വീഡിയോ ഞാൻ ഈ
ബ്രാൻഡിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്തുകൊണ്ടും നമുക്ക് ഇങ്ങനെ ഒരു പരീക്ഷണം ചെയ്ത് നോക്കാം. നമുക്ക് എല്ലാവരും വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പരീക്ഷണമാണോ, അതിൽ ഒരു മൂന്നോ നാലോ മെത്തേഡ് അവർ പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇത്ര സിമ്പിളായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ഇത് നോക്കി. എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ചായ കുടിക്കുന്ന ആൾക്കാരാണ്. നമ്മൾ ഡെയിലി അതിന് ന്യൂസിൽ പറയുന്നുണ്ട് ക്യാൻസർ വരെ വരാനായിട്ട് സാധ്യതയുള്ള കെമിക്കൽസ് ആണ് നമ്മുടെ ചായപ്പൊടിയിൽ ചേർക്കുന്നതെന്നുള്ളത് അല്ലേ. അപ്പോൾ നമുക്കറിയത്തില്ല, നമ്മൾ കടയിൽ നിന്ന് പാക്കറ്റിൽ വാങ്ങിക്കുന്ന ചായപ്പൊടിക്കകത്ത് എന്തൊക്കെയാണ്, ചായപ്പൊടി എന്നല്ല ഇപ്പം എന്തൊരു സാധനം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചാലും നമുക്ക് അറിഞ്ഞുകൂടാ എന്തൊക്കെ മായങ്ങളാണ് അവർ ചേർത്തേക്കുന്നത്, എത്ര ദിവസം പഴക്കമുള്ള എണ്ണയിലാണ് അവർ യൂസ് ചെയ്തേക്കുന്നതെന്ന്. അപ്പോൾ ഇങ്ങനൊരു ന്യൂസ് വന്നു. ഇങ്ങനെ നമുക്ക് വീട്ടിൽ ടെസ്റ്റ് ചെയ്ത് നോക്കാനും കൂടെ പറ്റുന്നൊരു 3-4 മെത്തേഡ് പറഞ്ഞപ്പോൾ നമുക്ക് എന്തായാലും ചെയ്ത് നോക്കാൻ പറ്റും. കാരണം നമ്മൾ ഈ കുടിക്കുന്നത് രാവിലെയും വൈകിട്ടൊക്കെ കുടിക്കുന്നത് വിഷമാണോ അല്ലയോ നമുക്ക് അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ടെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ബ്രാൻഡ് കാണിക്കുന്നില്ലെന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ്. പക്ഷെ ഞാൻ പറഞ്ഞിരുന്നു എന്താ പറയാ, ഇത് ഫേക്ക് ആണെങ്കിലും അല്ലെങ്കിലും ഞാൻ ബ്രാൻഡ് കാണിക്കുമെന്ന് പറഞ്ഞിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ റെഡ് ലേബൽ സൂപ്പറാണ്, പൊളിയാണ് എന്ന് വേണം. അത് തന്നെയല്ല കേട്ടോ, നമുക്കിതിൻ്റെ ടേസ്റ്റും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇതിൻ്റെ ചായ, ഇങ്ങനെ നമ്മൾ ചായ എനിക്ക് കുടിക്കുന്ന സമയത്ത് കേട്ടോ. അപ്പം എല്ലാവർക്കും വിശ്വസിച്ച് വാങ്ങിക്കാൻ ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. ബൈ.